നമ്മളോട് ഇന്ന് ഏറ്റവും മേളിൽ ഒരു അച്ഛൻ വയസ്സായ അയാൾ പറഞ്ഞതാണ് ഫുഡ് നിങ്ങളിൽ ഉണ്ടോ എന്ന് ചോദിച്ചു. നമ്മളില്ല എന്ന് പറഞ്ഞു. അയാളുടെ കുടുംബത്തിലുള്ള 7 പേര് മരിച്ച ആളാണ്. അയാളോട് ചോദിച്ചു നിങ്ങൾക്ക് ബിസ്ക്കറ്റ് എന്തെങ്കിലും വേണമെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറയാണ് എൻ്റെ എല്ലാവരും പോയിരിക്കുന്നത് എനിക്കിനി ആഹാരം വേണ്ട, വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. ആ ഒരു അവസ്ഥയിലാണ് JCB ഡ്രൈവർമാർ. JCB ഒതുക്കിടാനുള്ള പരിപാടിയാണ്. JCB ഡ്രൈവർമാർക്ക് ഫുഡ് കിട്ടുന്നില്ല. ഇവരെന്താണ് ഈ കാണിക്കുന്നത്? ഉദ്ദേശത്തോടു കൂടിയാണ്. മുഖ്യമന്ത്രിയുടെ വ്യക്തമായ നിർദ്ദേശപ്രകാരമാണ് ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ അതുപോലെ തന്നെയാണ് ഇന്നിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ തെരച്ചില് നിർത്തി കഴിഞ്ഞാൽ ആ നിർത്താനുള്ള പരിപാടിയാണ് ചെയ്യുന്നത്. അല്ലാതെ റിസ്ക് ഇന്നലെ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? അവസാന ഘട്ടത്തിലാണ്. എന്ത് അവസാന ഘട്ടത്തിൽ? ഈ മണ്ണിന്റെ അടി കിടക്കുന്ന ആൾക്കാരെ കാലഘട്ടത്തൊക്കെ ഇപ്പോഴും അതുപോലെ എത്താത്ത സ്ഥലമുണ്ട്. അത്രയും ഇത്ര ചളിയാ, മനുഷ്യന് ഇറങ്ങാൻ പറ്റുന്നില്ല. അവിടേക്ക് JCB പോലെ എത്താത്ത സ്ഥലം ഇപ്പോഴും ഉണ്ട്. എങ്ങനെ അവസാനിപ്പിക്കുന്നത്? അത്രയും വീടുള്ള സ്ഥലമാണ്. അല്ലല്ല, അതാണ് അല്ല വേണ്ട. നമുക്ക് ആരെയും ഇതിൽ ചോറ് കൊടുത്തിരുന്നു. ആരും ഇതിൽ ഒരു ഇതും ഭക്ഷണം അങ്ങോട്ടേക്ക് റവന്യൂ സംവിധാനം എത്തിക്കും എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇതുവരെ കൃത്യമായിട്ട് എത്തിക്കുന്നില്ല. ഇപ്പോ മുഖ്യമന്ത്രിന്റെ നിർദ്ദേശപ്രകാരം നല്ല ചെയ്തത്. ഇത് ചെയ്തത് ഇവിടെയുള്ള ഏതൊക്കെ ടീമുകൾ തന്നെയാണ്. സർക്കാരിന് യാതൊരു പങ്കുമില്ല. അത് മനസ്സിലാക്കണം. ദുരന്ത കൈകാര്യം ചെയ്തു സർക്കാരിനല്ല. ഞങ്ങൾ ഫുഡ് കൊണ്ടുപോയി അവിടെ മുകളിൽ വരെ പോയിട്ട് അവിടെ ഫുഡ് വെച്ച് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് എല്ലാ പ്രവർത്തകരും ഇപ്പോൾ ഇറങ്ങിയാണ്. ഇത് ഞങ്ങൾ മാത്രമല്ല, മുഴുവൻ ആൾക്കാർ ഇറങ്ങിയാണ്. രാവിലെ പോകുമ്പോൾ കൊണ്ടുപോയ ഫുഡുകൾ അങ്ങോട്ട് കയറ്റി വിടുന്നില്ല. ഇന്നലെ അഞ്ച് ദിവസം കൊണ്ട് ഞങ്ങൾ ഇവിടെ പ്രവർത്തിക്കാൻ വേണ്ട 5 ദിവസം തിരുവനന്തപുരത്ത് നിന്ന് വന്നവരാണ്, കാസർഗോഡ് നിന്ന് വന്നവരുണ്ട്, മലപ്പുറത്ത് നിന്ന് വന്നവരുണ്ട്. ഇവർക്കൊക്കെ ഇപ്പോൾ ഫുഡ് അവിടെ എത്തിക്കുന്നില്ല. ഞങ്ങൾ ഇന്നലെയും 5-6 മണിവരെ അവിടെ ഇരുന്ന് ചെയ്തവരാണ്. ഇന്നലെ 12:30 മണിവരെ വെള്ളം കിട്ടിയിട്ടില്ല. 12 JCB അവർ കുണ്ടും കുഴിയും പാന്തു തോന്നുന്നു. അവർക്ക് വെള്ളം കിട്ടുന്നില്ല, ഫുഡ് കിട്ടുന്നില്ല, ഒരു കാര്യവും കിട്ടുന്നില്ല. എന്ത് കഷ്ടമാണ് ഇതൊക്കെ. ഇന്നിപ്പോ റെസ്ക്യൂ ഓപ്പറേഷന് കയറി എല്ലാവരും തിരിച്ചിറങ്ങി. ഈ 2 മണി 3 മണി ആകുമ്പോൾ എല്ലാവരും തിരിച്ചിറങ്ങേണ്ടി വന്നു. ഇതന്നെയാണ് വ്യക്തമായ ഉദ്ദേശം കൊണ്ടാണ് ഇത് തിരിച്ചിറക്കുകയാണ് ഇവരുടെ ആവശ്യം. ഇന്നലത്തെ ശരിക്കും പറഞ്ഞ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ ഇത് അവസാന ഘട്ടത്തിൽ നിന്ന് പറഞ്ഞതിന്റെ അതന്നെയാണ് ഇന്ന് നടത്തിയത്. കാരണം ഈ ഭക്ഷണവും വെള്ളം കൊടുക്കാതെ തിരിച്ചിറക്കുക. ഇന്ന് എല്ലാവരും തിരിച്ചിറങ്ങി. ഈ രാവിലെ കയറിയ ആളുകൾക്ക് വെള്ളം കിട്ടാതെ നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇന്നലെ രാത്രി 6 മണി വരെ അവിടെ റെസ്ക്യൂ ആളുണ്ടായിരുന്നു. ഇന്ന് 1 മണിയായപ്പോൾ ആൾക്കാരെല്ലാം ഇറങ്ങി. 1 മണിയായപ്പോഴത്തേന് മുഴുവൻ സന്നദ്ധ പ്രവർത്തകരും, അത് ഇന്ന സന്നദ്ധയില്ല, എല്ലാ സന്നദ്ധ പ്രവർത്തകരും 1 മണിയായപ്പോൾ ഇറങ്ങി. JCBകൾ ഒതുക്കുന്നു. അതുകൊണ്ട് നമുക്ക് സംശയമുള്ളത് ഇന്നലത്തെ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞത് രക്ഷാപ്രവർത്തനം അവസാന ഘട്ടത്തിലാണ്. ഒരു അവസാനമല്ല. ഇന്നാണ് ആ ഗ്രൗണ്ടിലേക്ക് JCB ഇറക്കിയപ്പോൾ എന്താ കണ്ടത്? ആ JCBയുടെ വലിയ തുമ്പിക്കൈയുണ്ടല്ലോ, അതങ്ങ് താന്നു പോവുകയാണ്. അതിൻ്റെ ഇടയിൽ എത്ര പേര് കുടിക്കിടക്കുന്നത് എങ്ങനെ അറിയാൻ പറ്റുന്നു? അതുകൊണ്ട് ഇത് നമ്മൾ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. അധികാരികൾ, റവന്യൂ മന്ത്രിയല്ലേ, റവന്യൂ അല്ലേ ഇതിന്റെ കൈകാര്യം ചെയ്യുന്നത്? ഇവിടെ നിന്നുള്ള മന്ത്രിക്ക് ഇവിടുത്തെ ചാർജ് ഇല്ലേ? നിങ്ങൾ ഇടപെട്ട് ഈ റെസ്ക്യൂ ചെയ്യുന്ന, ഇതിനു വേണ്ടി രാവിലെ 6 മണിക്ക് കയറുന്ന സന്നദ്ധ പ്രവർത്തകർക്ക് എല്ലാവർക്കും കൃത്യമായിട്ടുള്ള ഭക്ഷണം എത്തിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, സന്നദ്ധ പ്രവർത്തകർ ഭക്ഷണം കൊടുക്കാൻ തയ്യാറാണ്, നിങ്ങൾ അതിനെ അനുവദിക്കണം. അല്ലാതെ ഇതിനെ തടസ്സപ്പെടുത്താൻ ദയവ് ചെയ്ത് ഇവിടുത്തെ അധികാരപ്പെട്ടവർ കൈകാര്യം ചെയ്യരുത്. കൃത്യമായിട്ട് ഇതിനൊരു വ്യവസ്ഥ ഉണ്ടാക്കണം. നിങ്ങൾ ഇതിനോട് ചെയ്യുക. അതിനുവേണ്ട ബന്ധപ്പെട്ട അധികാരികൾ അതിനുവേണ്ടി ശ്രദ്ധ ചെലുത്തും. നിരന്തരമായിട്ട് ഇത്തരത്തിൽ ഈ വാഹനങ്ങൾ തടയുന്ന സാഹചര്യം ഉണ്ടായി. അവിടെ നിന്ന് സന്നദ്ധ സംഘടനകൾ ഭക്ഷണം, അതായത് മുൻപും കൊണ്ടുവരുന്ന വണ്ടികളൊക്കെ തടഞ്ഞു വെക്കുന്ന സംവിധാനം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ ഭക്ഷണം എത്താതിരുന്നത്. ഇപ്പോൾ ഉദ്യോഗസ്ഥന്മാർ വരുന്നത് അവർ കൊടുത്തോളാന്ന് പറഞ്ഞത്. പക്ഷെ അവർ കൊടുക്കാനുള്ള സംവിധാനം ഇവിടെ കാണണ്ടേ? എന്നിട്ട് അത്രയും ആളുകൾ അവിടെ പട്ടിണി കിടക്കുകയാണ്. ഇപ്പോഴും പട്ടിണി കിടന്നിട്ട് മുണ്ടക്കായൽ റെസ്ക്യൂ നടത്തിയ ആളുകളൊക്കെ തിരിച്ചു വന്നു ഇങ്ങോട്ട്. ഭക്ഷണം കിട്ടാത്തതുകൊണ്ട് തിരിച്ചു വന്നിരിക്കും. ചെറിയ സംഖ്യ ഒന്നും അല്ലല്ലോ അതിനകത്തേക്കുള്ള ആൾക്കാർ. മുണ്ടക്കായൽ അത്രയും ആളുകൾ റെസ്ക്യൂ ചെയ്തുകൊണ്ട് അവർക്ക് ഭക്ഷണം കിട്ടാത്തതുകൊണ്ട് അവർ പട്ടിണി കിടന്നിട്ട് അവർ തിരിച്ചു വരിക ചെയ്യുന്നത്. റിസ്ക് നിർത്തി പോയി, കുറെ ആളുകൾ പോയി ഭക്ഷണം കിട്ടാത്തതുകൊണ്ട്. ഈ റവന്യൂ ഉദ്യോഗസ്ഥന്മാർ അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. പോലീസാണ് ഈ വാഹനം തടഞ്ഞ്, പോലീസുകാരാണ് വാഹനം തടയുന്നത്. പോലീസുകാർ തന്നെയാണ് തടയുന്നത്. പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് ഭക്ഷണം മാർഗം തടയുന്ന ആരാണോ അതിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണം. ബന്ധപ്പെട്ട അധികാരികളൊക്കെ എല്ലാ ആളുകളും, ഇപ്പോൾ റവന്യൂ മന്ത്രി ആയിക്കോട്ടെ, മുഖ്യമന്ത്രി ആയിക്കോട്ടെ, ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ ഭാഗവക്കായിട്ട് എല്ലാ രീതിയിലും സഹായ സഹകരണങ്ങളുണ്ട്. പക്ഷേ ചില താല്പര്യമുള്ള വ്യക്തികൾ, ഇവിടെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് തടസ്സപ്പെടുത്തുന്ന വ്യക്തികൾ, അവരാണ് ഇതിന്റെ പിന്നിൽ. അത് ആരാണെന്ന് കണ്ടെടുത്തിട്ട് അവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം. അതാണ് നമുക്ക് പറയാം. അധികാരപ്പെട്ടവരെ അറിയിച്ചിരുന്നു, പോലീസിലെ അറിയിച്ചിരുന്നു. അപ്പോൾ അധികാരികളെ കുറിച്ച് SP-ന്റെ അടുത്തൊക്കെ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവർ അതിനുള്ള നടപടി സ്വീകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്വീകരിപ്പിച്ചിട്ടേ ഞങ്ങൾ ഇവിടുന്ന് വിടുകയുള്ളൂ അവരെ.
ഇന്ന് നടപടി സ്വീകരിപ്പിച്ചിട്ടേ ഞങ്ങൾ ഇവിടുന്ന് വിടുള്ളൂ. ഇവിടെ വരുന്ന ഈ പുറത്തുനിന്ന് വരുന്ന ആളുകളൊക്കെ ഞങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടും ഇവിടെ രക്ഷാപ്രവർത്തനം നടത്താൻ വേണ്ടിയിട്ടും വരുന്ന ആളുകളാണ്. അവരുടെ സംരക്ഷണം, അവർക്ക് ഭക്ഷണം കിട്ടണം, വെള്ളം കിട്ടണം, അതിനുള്ള മാർഗങ്ങൾ തടസ്സപ്പെടുത്തുന്നത് ആരാണോ അവരെതിരെ ശക്തമായ നടപടി സ്വീകരിച്ചുകൊണ്ട് ഈ ഇവർക്കൊക്കെ ഭക്ഷണം എത്തിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കാണ് വേണ്ടത്. അത് ആരും കുറ്റപ്പെടുത്തിയിട്ട് പറയുന്നതല്ല. തീർച്ചയായും നിങ്ങൾക്ക് ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് അവിടെ പോയവരാണ്. അപ്പോൾ പലരും തിരിച്ചിറങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അപ്പോൾ ഈ മേഖലയിൽ നിന്ന് ഈ മുണ്ടക്കയിൽ നിന്നൊക്കെ അറിയാം, നമുക്ക് കിലോമീറ്ററുകൾ നടന്നു പോകേണ്ട ഒരു സാഹചര്യമാണ്. അപ്പോൾ അവിടേക്ക് ഭക്ഷണം സന്നദ്ധ സംഘടനകൾ എത്തിക്കുമെന്ന് പറയുമ്പോൾ അതിന് തടസ്സം സൃഷ്ടിക്കുന്നത് എന്തിനാണ്? ഈ ഒരു വെള്ളമുണ്ട്. ഇന്നലെ വരെ വെള്ളം ഉണ്ടായിരുന്നു. ഇന്നലെ വരെ 5 ദിവസമായി ഞങ്ങൾ വന്നിട്ട് ഇന്നലെ വരെ വെള്ളം കിട്ടി, ലഘുഭക്ഷണങ്ങൾ കിട്ടി, ഭക്ഷണം കിട്ടി, യഥാസമയം കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഇന്ന് രാവിലെ ഞങ്ങൾ വന്ന സമയത്ത് വണ്ടിയിൽ ഭക്ഷണം ഉണ്ടായിരുന്നു. നമുക്ക് കഴിക്കേണ്ട ഭക്ഷണം പോലും കൊണ്ടുപോകാൻ അനുവദിച്ചില്ല. അവിടെ പോയി ഞങ്ങൾ 1 മണി വരെ നിന്നിട്ട് വെള്ളമില്ല, അവിടെ ഭക്ഷണമില്ല, ഒരു വകയില്ല. അങ്ങനെ JCB ഡ്രൈവർമാർ 12 വരെ അവർ പോലീസിൻ്റെ അടുത്ത് കയർക്കുകയാണ്. ഞങ്ങൾക്ക് ഭക്ഷണം തന്നില്ലെങ്കിൽ 6 മണി തൊട്ട് നിങ്ങൾ പറയുന്നിടത്തൊക്കെ കുഴി കൊണ്ടാൻ വേണ്ടി ഇറങ്ങുന്നു. ഞങ്ങൾക്ക് ഭക്ഷണം ഇല്ലെങ്കിൽ നാളെ മുതൽ നമ്മൾ ബ്ലോക്ക് ചെയ്യുമെന്ന് അവർ പറയുന്നത്. ഞങ്ങളടുത്ത് നോക്കിയാൽ പറയുക. അപ്പോൾ അതുകൊണ്ട് ഈ സേവന പ്രവർത്തനത്തിന് എവിടെയെല്ലാം നിന്ന് ആൾക്കാർ എത്തുന്നോ അറിയോ, അവർക്കുള്ള ഭക്ഷണങ്ങളൊന്നും സമയത്തിന് കിട്ടുന്നില്ല. തീർച്ചയായും അത് തന്നെയാണ്. ഈ ഒരു മേഖലയിലേക്ക് നിരവധി രക്ഷാപ്രവർത്തകരാണ് വരുന്നത്. സ്വന്തം ജീവൻ പണയം വെച്ചും പോലും ഈ മേഖലയിലേക്ക് ഇറങ്ങി പരിശോധന നടത്തുന്ന നിരവധി പേരുണ്ട്. അതോടൊപ്പം തന്നെ അവർക്ക് ഭക്ഷണം എത്തിക്കുവാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള നാട്ടുകാരും സന്നദ്ധ സംഘടനകളും ഒക്കെ തയ്യാറാണ്. എന്നിട്ട് പോലും അങ്ങോട്ടേക്ക് ഭക്ഷണം എത്തുന്നില്ല എന്നാണ് അവിടെയുള്ളവർ പറയുന്നത്. അതേസമയം തന്നെ ഈ വാഹനങ്ങൾ തടഞ്ഞു വെക്കുന്ന സാഹചര്യം, ഈ ഓരോ റോഡുകളിലും പോലീസ് ഇടപെട്ടുകൊണ്ട് ഈ വാഹനങ്ങൾ തടയുന്ന സാഹചര്യമുണ്ട്. ഇതിൽ ഇന്ന് MLA തന്നെ സൂചിപ്പിച്ചോ, ഇത്തരത്തിൽ ഒരു അനാവശ്യ ഇടപെടൽ ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നുള്ള കാര്യം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു രക്ഷാപ്രവർത്തകർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണവും വെള്ളവും ഒക്കെ അവിടെ എത്തിക്കേണ്ടതുണ്ട്. അത് റവന്യൂ വകുപ്പ് ചെയ്യാമെന്നാണ് ഏറ്റിരുന്നത്. എന്നാൽ അവിടേക്ക് ഭക്ഷണവും വെള്ളവും എത്തുന്നില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ അവിടെ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്ന നിരവധി ആളുകൾ പറയുന്നത്. അവിടെ നിന്നും അവർ താഴേക്ക് ഇറങ്ങുകയാണ്. എന്തായാലും ഈ രക്ഷാപ്രവർത്തകർക്ക് ഭക്ഷണവും വെള്ളവും കൊടുക്കാതെ അവിടെ നിന്നും ഇറക്കി വിടുവാനുള്ള സാഹചര്യം ഒരുക്കുകയാണോ എന്നാണ് അവർ ചോദിക്കുന്നത്. കാരണം അങ്ങനെ അവർക്കൊരു സംശയമാണ് അവർ ഇപ്പോഴും പറഞ്ഞത്. ഈ രക്ഷാപ്രവർത്തനം അന്തിമഘട്ടത്തിൽ എന്ന് പറയുമ്പോൾ ഇതിന് പിന്നിൽ ഇങ്ങനെ ഒരു അജണ്ടയുണ്ടോ എന്നുള്ള കാര്യം. എന്തായാലും ഈയൊരു രക്ഷാപ്രവർത്തനം ഊർജിതമായി നടക്കണമെങ്കിൽ അവിടെ എത്തുന്ന ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി എത്തുന്ന ഇവർക്കൊക്കെ തന്നെ ഭക്ഷണം എത്തിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ വാഹനങ്ങൾ സന്നദ്ധ സംഘടനകൾ കൊണ്ടുവരുന്ന ഭക്ഷണം തടയുന്നത് എന്നുള്ള കാര്യമാണ് കൂടുതൽ വ്യക്തമാവേണ്ടത്. ഇതിന് മറ്റ് അധികാരികളോടൊക്കെ ഈ കാര്യം അറിയിച്ചിരുന്നു. ആരോടാണ് ഈ കാര്യമൊക്കെ അറിയിച്ചിരുന്നത്? ഈ പരാതി ആരാണ്? SP അടുത്ത് അറിയിച്ചിട്ടുണ്ട്. അവരടുത്ത് അറിയിച്ചിട്ടുണ്ട്. അവരടുത്ത് അറിയിച്ചിട്ടുണ്ട്, കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അവര് അതിന് വേണ്ട കാര്യങ്ങൾ കംപ്ലീറ്റ് അറിയിച്ചിട്ടുണ്ട്. നാളെ മുതൽ എല്ലാം റെഡിയാക്കി തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ വേണ്ടത് ബോഡി എടുക്കലും കാര്യങ്ങളുമാണ്. അപ്പോൾ അതിനുള്ള എല്ലാ പരിപാടിയും ചെയ്യും. അതിൽ വരുന്ന ആളുകൾക്കൊക്കെ ഫുഡ് എത്തിച്ചേരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. സാർ, ഈ വാഹനങ്ങൾ തടയുന്ന കാര്യം ഇനി നാളെ മുതൽ അല്ലെങ്കിൽ ഇനി സന്നദ്ധ സംഘടന കൊണ്ടുവരുന്ന ഭക്ഷണം ഇനി തടയുന്ന ഒരു സാഹചര്യം ഉണ്ടാവും? തടയുന്ന സാഹചര്യം എന്താണെന്നറിയോ? ഞങ്ങൾ ഈ നാട്ടുകാർ എന്താണെന്നറിയോ, ഇവിടെ പല വീട്ടിൽ നിന്നും പലതും കട്ട് പോകുന്നുണ്ട്. ഇപ്പൊ ആരാ വരുന്നത്, എന്താ വന്നതെന്ന് അറിയാൻ പറ്റുമോ? ഭക്ഷണം കൊണ്ടുവരുന്ന സമയത്ത് വിടുന്നുണ്ട്. എന്തിനാ വന്നെ ഇവിടെ അത് ഇന്നൊരു ദിവസമായത്. ഇന്ന് ഒരു കോർഡിനേഷൻ ഒരു പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞാൽ 2 കിച്ചൺ ക്ലോസ് ചെയ്തു. അത് ഓക്കെയാണ്. പക്ഷെ എല്ലാവരും റവന്യൂ വകുപ്പിന്റെ ഭക്ഷണം അവിടെ വകുപ്പിന്റെ അല്ല, നമ്മൾ എല്ലാ റവന്യൂ വകുപ്പ് ഈ കാര്യം ഏറ്റിട്ട് അവിടേക്ക് ഭക്ഷണം എത്തുന്നില്ല എന്നാണ് അവിടെ നിന്ന് എത്തുന്നവർ പറയുന്നത്. അത് ഓക്കെ. ഞാനൊരു JCB ഡ്രൈവർ ആയിരുന്നു. ഭക്ഷണം കിട്ടിയിട്ടില്ല. പക്ഷെ അതിനൊക്കെ ഇവിടെ ഭക്ഷണം കിട്ടിയിട്ടില്ല. ഭക്ഷണം കിട്ടിയിട്ടില്ല എന്ന് ഞങ്ങൾ ഇവിടെ വന്ന് കഴിച്ചു. അതിപ്പോ എല്ലാവരും ഉത്തരവാദിത്തമല്ല. ഒരാളോട് പറയാം ഭക്ഷണം കിട്ടിയില്ല എന്ന് പറയാൻ പറ്റുമോ? ഇപ്പൊ എല്ലാവരും ഓരോ കാര്യങ്ങൾ ചെയ്യല്ലേ. ഇനി ഒരാൾക്ക് ഭക്ഷണം കിട്ടി അവിടെ രക്ഷാപ്രവർത്തനത്തിന് എത്തേണ്ടവർക്ക് ഭക്ഷണം എത്തിക്കേണ്ടത് റവന്യൂ വകുപ്പിന്റെ ഒരു ഉത്തരവാദിത്തമാണോ? പ്രശ്നമുള്ളൂ. ഇവിടെ കുറെ ആളുടെ സ്വർണ്ണങ്ങൾ പോയി, പൈസ പോയി, അത് നോക്കണ്ട. അതൊക്കെ തന്നെ രാവിലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വണ്ടി കടത്തി വിടുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ ഇന്നലെയും 2 ദിവസമായിട്ട് പല വീട്ടിലും കുത്തി തുറന്നു. പല യൂണിഫോമിലിട്ട് പല ആള് കയറുന്നുണ്ട്. അപ്പൊ അവരെ തടയാൻ അവർക്ക് പറ്റുമോ? തടഞ്ഞു കഴിഞ്ഞാൽ അത് അടുത്ത കച്ചറയാവും. ഞങ്ങളെ തടഞ്ഞു വിട്ടില്ല രക്ഷാപ്രവർത്തനത്തിന്. ഇപ്പൊ അതിന്റെ ഉള്ളിൽ ഇറ്റാച്ചിന്റെ കൂടെ പോണ ആൾക്കാർക്ക് മാത്രമേ ആവശ്യമുള്ളൂ. അല്ലാണ്ട് എല്ലാവരും അവിടെ പോയിട്ട് കാര്യം. അവിടെ ഭക്ഷണം ആവശ്യമില്ല. അവിടെ ഭക്ഷണം ഉണ്ട്, അവർ കൊണ്ടു കൊടുക്കുമല്ലോ. ഇല്ലെങ്കിൽ അവിടെ ഉള്ളവർക്ക് ഇവിടുത്തെ കൺട്രോൾ റൂമിലെ നമ്പർ ഉണ്ടാവും, വിളിച്ചു പറയണം. പക്ഷെ ഇതുവരെ അവിടെ എത്തിയിട്ടില്ല എന്നാണ് ഇവിടെ എത്തിയിട്ടുള്ള നിരവധി പേര്. അത് ഇവിടുന്ന് പോകുന്ന ആൾക്കാർ കൺട്രോൾ റൂമിലെ നമ്പർ വാങ്ങണം. ഭക്ഷണമാണോ ഡീസലാണോ വേണ്ടയോ? ഞങ്ങളുടെ വണ്ടിക്ക് ഡീസൽ എല്ലാവരും എത്ര സംഖ്യ എടുത്തിട്ടല്ലേ അവിടേക്ക് ഈ രക്ഷാപ്രവർത്തനത്തെ ഇവിടുന്ന് പോകുന്നവർ ഒരു പരിപാടിക്ക് പോകുമ്പോൾ കോർഡിനേറ്റ് ചെയ്യുന്നവരുടെ നമ്പർ വേണ്ട. വെറുതെ കയറി പോകാൻ പറ്റുമോ?
അപ്പൊ അവിടെ നിൽക്കുന്നവർക്കൊക്കെ ഭക്ഷണം കിട്ടേണ്ടത് എവിടെന്നാന്നുള്ളത് അന്വേഷിക്കണം, ആ നമ്പർ വാങ്ങി പോകണം. പക്ഷെ അങ്ങോട്ട് പോകുന്ന സന്നദ്ധ സംഘടനകളുടെ ഈ വാഹനങ്ങൾ എന്തിനാ പറഞ്ഞ ചേട്ടാ സന്നദ്ധ സംഘടന എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അത് ഇവർക്ക് ആരാ എന്താന്ന് അറിയാൻ പറ്റുമോ? ഇത്രയും രജിസ്റ്റർ ചെയ്ത് അങ്ങനെയാണെങ്കിൽ ഇവരെയൊക്കെ എല്ലാവരെയും ഓക്കെ, അതിന് കുഴപ്പമില്ല. എന്തായാലും ഇത് തന്നെയാണ് ഈ ഒരു രക്ഷാപ്രവർത്തകർക്ക് അവിടെ നിന്നും ഭക്ഷണം കിട്ടുന്നില്ല എന്നുള്ള ഒരു പരാതി തന്നെയാണ് ഉയരുന്നത്. അവർ തന്നെയാണ് ഈ കൺട്രോൾ റൂമിന് മുന്നിൽ വന്ന് ഈ പരാതി പറയുന്നത്, ഇവിടെയുള്ള ഉദ്യോഗസ്ഥരോട് പരാതി പറയുന്നത്. തീർച്ചയായും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മലമുകളിലേക്ക് ഇത്രയും ജീവൻ പണയം വെച്ച് പോലും അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്ന, കഴിഞ്ഞ ദിവസം തന്നെ 2-3 പേർ അവിടെ കുടുങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ ഈ ഒരു രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവർക്ക് കൃത്യമായ രീതിയിൽ ഭക്ഷണവും വെള്ളവും എത്തിച്ചു കൊടുക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്വം തന്നെയാണ്. അത് സന്നദ്ധ സംഘടനകൾ ചെയ്യാമെന്ന് പറയുമ്പോഴും സ്വയം ഏറ്റെടുത്തുകൊണ്ട് ഇത് ഞങ്ങൾ ചെയ്തു കൊള്ളാമെന്ന് പറയുന്ന റവന്യൂ വകുപ്പ്, പക്ഷേ അവിടെ ഭക്ഷണം കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് നിരവധി പേർ ഇങ്ങോട്ടേക്ക് എത്തുന്നു. എന്തായാലും ഈ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇതിൽ പലതരത്തിലും, അതായത് ഈ മേഖലയിൽ തന്നെ ചൂരൽമലയിലും മുണ്ടക്കയിലും ഒക്കെ തന്നെ ഈ രക്ഷാപ്രവർത്തനം നടത്തുന്നവരുണ്ട്. അവരിൽ പലരുമാണ് ഇപ്പോൾ ഈ കൺട്രോൾ റൂമിന് മുന്നിൽ വന്ന് പരാതി ഉന്നയിച്ചിരിക്കുന്നത്. കാരണം അവിടെ ഭക്ഷണം കിട്ടുന്നില്ല എന്ന പരാതി ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ പോലും അത് പരിഹരിക്കാൻ ശ്രമിക്കാതെ ഇത്തരം പ്രശ്നങ്ങൾ ഈ ഒരു ദുരന്ത മുഖത്ത് ഉണ്ടാകുന്നത് ശരിയായ നടപടിയല്ല. കാരണം രക്ഷാപ്രവർത്തകരെന്ന് പറയുന്നത് അവർ വളരെ വലിയൊരു ദൗത്യമാണ് ഏറ്റെടുത്തിരിക്കുന്നത്. അത് സേവാഭാരതി ആയാലും മറ്റ് സന്നദ്ധ പ്രവർത്തകരായാലും തന്നെ അവർക്ക് കൃത്യമായ ഭക്ഷണവും വെള്ളവും അവർ എവിടെയാണോ ഉള്ളത് അവിടേക്ക് എത്തിച്ചു കൊടുക്കേണ്ട ബാധ്യതയാണ് അധികൃതർക്ക് ഉള്ളത്. എന്നിരുന്നാലും അവർ ഭക്ഷണം കൊണ്ടുപോയിക്കോളാം എന്ന് പറയുമ്പോൾ പോലും അതിനെ സമ്മതിക്കുന്നില്ല എന്ന് പറയുന്നത് ഒരു ഗുരുതരമായൊരു വീഴ്ച തന്നെയാണ്. കാരണം ഈ ദുരന്തമുഖത്ത് ഏറ്റവും കൂടുതൽ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന, അല്ലെങ്കിൽ അവരുടെ ആരോഗ്യവും അവരുടെ ജീവനും പോലും ത്യജിച്ചുകൊണ്ടാണ് അവർ ഈ ഒരു ദുരന്തമുഖത്തേക്ക് ഇറങ്ങി രക്ഷാദൗത്യത്തിന് അല്ലെങ്കിൽ തിരച്ചിലിന് വേണ്ടി സൈന്യത്തോടൊപ്പം അല്ലെങ്കിൽ NDRFനോടൊപ്പം അഗ്നിശമന സേനയോടൊപ്പം പോലീസിനോടൊപ്പം സഹായം നൽകിക്കൊണ്ട് അവരുടെ ആരോഗ്യവും അവരുടെ ജീവനും പോലും ത്യാഗം ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അവരുടെ ജീവൻ പോലും അപകടത്തിലാകാവുന്ന സന്ദർഭങ്ങളിൽ പോലും അവർ അവിടേക്ക് എത്തുന്നു രക്ഷാപ്രവർത്തനത്തിന് എന്നുള്ളത് അഭിനന്ദിക്കേണ്ട ഒരു കാര്യമാണ്. ആ ഒരു സമയത്താണ് അവർക്ക് വേണ്ട ഭക്ഷണവും വെള്ളവും അവിടേക്ക് കിട്ടുന്നില്ല, അല്ലെങ്കിൽ അവർ കൊണ്ടുപോകാമെന്ന് പറയുമ്പോൾ അതുപോലും സമ്മതിക്കുന്നില്ല എന്ന് പറയുന്നത് ഗുരുതരമായ ഒരു വീഴ്ചയുടെ ഭാഗമെന്ന് തന്നെയാണ് ഈ ഒരു അവസരത്തിൽ പറയേണ്ടത്.